നിപ്പ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരം. യുവതിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകി. രോഗലക്ഷണങ്ങളോടെ 3 പേർ ചികിത്സ തേടി. പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ രോഗലക്ഷണങ്ങളോടെ 2 കുട്ടികൾ ചികിത്സയിലാണ്. വലിയ ആശങ്കയുയർത്തുകയാണ് കേരളത്തിലെ നിപ്പ രോഗബാധ. നേരത്തെ മരിച്ച മങ്കട സ്വദേശിനിക്കും നിപ്പ രോഗം സ്ഥിരീകരിച്ചിരുന്നു. ഇപ്പോൾ നിപ്പ രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന പാലക്കാട് സ്വദേശിനിയുടെ ആരോഗ്യനില അതീവ ഗുരുതരമായി തുടരുകയാണ്. അരുൺ വിവരങ്ങൾ നൽകുന്നുണ്ട്. അരുൺ, എന്താണ് നിലവിലെ സ്ഥിതി? വലിയ ഭീതിയിലേക്ക് ഈ നിപ്പ ബാധ എത്തുകയാണോ? നെലിമ, പാലക്കാട് രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ് ഇന്ന് വൈകിട്ടത്തെ ഏറ്റവും പുതിയ വിവരത്തിലും ജില്ലാ കളക്ടർ അറിയിച്ചത്. യുവതിക്ക് 2 ഡോസ് മോണോക്ലോണൽ ആന്റിബോഡി നൽകിയിട്ടുണ്ട്. രോഗലക്ഷണങ്ങളുടെ ചികിത്സ തേടിയത് ഇതുവരെ 3 പേർ, അതായത് രോഗലക്ഷണങ്ങളോടെ യുവതിയുടെ കോണ്ടാക്റ്റിലുള്ള ആളുകളിൽ 3 പേർ ചികിത്സ തേടുകയും ചെയ്തിട്ടുണ്ട്. ഇതിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രി ചികിത്സയിലുള്ള കുട്ടിയുടെ സാമ്പിൾ ഫലം നെഗറ്റീവാണ്. പാലക്കാട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 2 പേർ രോഗലക്ഷണങ്ങളോടെ കുട്ടികളാണ് അവരും ചികിത്സയിൽ കഴിയുന്നത്. ഈ 2 പേരുടെയും സാമ്പിൾ പരിശോധന ഫലം ഉടൻ ലഭിക്കും എന്നുള്ളതാണ്. ഏതായാലും രോഗം സ്ഥിരീകരിച്ച യുവതിയുടെ സമ്പർക്ക പട്ടികയിൽ 173 പേരാണ്. ഇപ്പോൾ ഏറ്റവും പുതിയ പട്ടിക പ്രകാരം 173 പേരാണുള്ളത്. മുഴുവൻ പേരും ഹോം ക്വാറന്റൈനിൽ തുടരുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പുതുതായിട്ട് ലഭിക്കുന്ന വിവരം. അരുൺ, അതുപോലെ ഈ രോഗലക്ഷണങ്ങളോടെ 2 കുട്ടികൾ ചികിത്സയിലാണെന്ന് പറഞ്ഞല്ലോ, അവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്? നിലവിൽ അവരുടെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അവർക്ക് പനിയും മറ്റും ഉണ്ട്, പക്ഷേ എങ്കിൽ പോലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ്. അതേസമയം തന്നെ അവരുടെ ഒരു പരിശോധന ഫലം വരേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ ലഭിക്കും എന്നുള്ളതാണ് ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. ഓക്കെ അരുൺ ആലത്തൂരാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.